ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൈസൂർ പാവിൻ്റെ റെസിപ്പി പറയാം. ആദ്യം അതിന് വേണ്ട സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 കപ്പ് ബേസൻ, 1.5 കപ്പ് നെയ്യ്, 1 കപ്പ് പഞ്ചസാര. ബേസൻ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക, അതൊന്ന് അരിച്ചെടുക്കുക, ലംസ് എല്ലാം കളയുക. എന്നിട്ട് 1 കപ്പ് നെയ്യ് ഒന്ന് ഉരുക്കിയിട്ട് ഈ ബേസൻ അതിനകത്തിട്ടിട്ട് ഒന്ന് സ്മൂത്തായിട്ട് ഇളക്കുക. അതിനുശേഷം പഞ്ചസാര അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് 1 കമ്പി പാവാകുമ്പോൾ ഈ കലക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞ് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ള 1/2 കപ്പ് നെയ്യ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതും നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ചീനച്ചട്ടിയുടെ അറ്റത്ത് നിന്ന് അതിങ്ങനെ ഇളകി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം ഗ്യാസ് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് വേറൊരു പ്ലേറ്റിൽ നെയ്യ് പുരട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഇത് ഒഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞ് നന്നായിട്ട് ഒരിത്തിരി തണുക്കുമ്പം നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കുക. നല്ലോണം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് മുറിച്ചെടുക്കുക. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.